ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരിയും അതുപോലെ തന്നെ രാഗിണിയും കൂടി ഹോസ്പിറ്റലിൽ കണ്ടുമുട്ടുകയാണ്. രാഗിണി, നീ നിവിനെ കാണാൻ വന്നതാണോ എന്ന് കാവേരിയോട് ചോദിക്കുമ്പോൾ കാവേരിക്ക് ദേഷ്യം വരികയാണ്. കാവേരി പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ എന്തിനാണ് ഞാൻ കാണാൻ വരുന്നത്? പിന്നെ ഇത് നിന്റെ അച്ഛന്റെ വകയുള്ള ഹോസ്പിറ്റലൊന്നല്ലല്ലോ, ഇവിടെ ആർക്ക് എപ്പോ വേണമെങ്കിലും വരാം. നീ ഭാരിച്ച കാര്യം അന്വേഷിക്കാതെ പോടി എന്ന് പറയുന്നത്. നീ എന്റെ പിന്നിൽ ഇത്തിൽ കണ്ണിയായിട്ട് വരികയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കാവേരി പറയുന്നത്, ഞാനല്ലാടി നിന്റെ അച്ഛനാടി ഞങ്ങളുടെ പുറകെ വരുന്നത് എന്ന് പറയണം. അതെ, എനിക്ക് നിവിനെ വേണമായിരുന്നെങ്കിൽ ഞാനൊന്ന് വിരലിനൊടിച്ചാൽ നിന്നെ ആ പന്തലിൽ നിന്നും കാലിൽ പിടിച്ച് വലിച്ചിറക്കിയിട്ട് താഴെയിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേനെ. പിന്നെ ഞാൻ അതിന് മുതിരിയാഞ്ഞത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടാതെ വലിച്ചേർന്ന ഒരു പിച്ച മാത്രമാടി നിനക്ക് കിട്ടിയിട്ടുള്ളത്. അത് നീ സ്വർഗം പോലെ കൊണ്ടെന്ന് തോന്നുന്നതാടി എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കാവേരി അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും രാഗിണി മനസ്സിലാക്കുന്നുണ്ട്, എന്തായാലും ഇവള് കല്യാണം മുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവളങ്ങനെ കാവേരി ഹോസ്പിറ്റലിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ശാരദ നിളയെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അമ്മ എന്താ നിളമോളെയും കൊണ്ട് എവിടേക്കാന്ന് ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് പൂക്കളം കാണണമെന്ന് പറഞ്ഞു മോള്, അതുകൊണ്ടാണ് അവിടെ സിസ്റ്റർമാർ പറയുന്നത് കേട്ടപ്പോഴാണ് ഓണമായില്ലേ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതുപോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് ശാരദ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം വാ അമ്മ പോയിക്കോ, ഞാൻ ഇവളെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ കാവേരി നിളയെയും കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ ഇടുന്ന പൂക്കളം കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവൾ അങ്ങനെ ആസ്വദിച്ച് അവർ ആ പൂക്കളം ഇടുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾക്ക് അവളുടെ അച്ഛനെ ഓർമ്മ വരികയാണ്. അവളുടെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് ഓണസദ്യ കഴിച്ചിരുന്നതും അതുപോലെ അച്ഛൻ്റെ അരികിൽ എനിക്ക് ഇരിക്കണം, അച്ഛൻ എനിക്ക് വാരി തരണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ആ ഒരു സമയത്തെ കാര്യവും എല്ലാവരും സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളെല്ലാം തന്നെ ഓർത്തു പോവുകയാണ്. അപ്പോൾ അവൾക്ക് സങ്കടം വരിക. അവൾ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പുറകെ കാവേരിയും എന്താ മോൾക്ക് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് സങ്കടം സഹിക്കാമേ, മോൾക്ക് അച്ഛനെ ഓർമ്മ വന്നു എന്ന് ചോദിക്കുകയാണ് കാവേരി. അതെ, എനിക്ക് അച്ഛനെ ഓർമ്മ വന്നു, സാരമില്ലടാ, എന്തായാലും മോള് വിഷമിക്കേണ്ട. അപ്പോൾ ആ സമയത്ത് ചേച്ചി, എൻ്റെ ഓപ്പറേഷൻ നടക്കില്ലേ, പൈസ ഇല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ല എന്ന് നഴ്സ് പറഞ്ഞു. എനിക്ക് പലപ്പോഴും അച്ഛൻ സ്വപ്നത്തിൽ വന്നിട്ട് അച്ഛൻ്റെ അരികിലോട്ട് എന്നോട് ചെല്ലാൻ പറയുന്നതായിട്ട്, ഇങ്ങോട്ട് വാ എന്ന് അച്ഛൻ വിളിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട് എന്ന് പറയണ കേൾക്കുമ്പോൾ കാവേരിക്ക് സങ്കടം വരികയാണ്. കാവേരി പറയുന്നത്, ഇല്ലടാ, മോളുടെ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടക്കും, അങ്ങനെയൊന്നുമില്ല, മോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അച്ഛനെ അവിടേക്ക് ചെല്ലാൻ പറയാനായിട്ട് അച്ഛൻ നമ്മുടെ അരികിൽ തന്നെയില്ലേ, ഇവിടെയൊക്കെ തന്നെ നമ്മുടെ കൂടെ തന്നെ എന്നൊക്കെ ഇങ്ങനെ കാവേരി പറഞ്ഞ് നിളയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും കാവേരിയുടെ മനസ്സിൽ തീയാണ്, എങ്ങനെ ഉണ്ടാക്കും ഈ ഒരു പൈസ എന്നുള്ള രീതിയിൽ ആലോചിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നരന്റെ വീടാണ് കാണിക്കുന്നത്. നരന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടല്ലോ, അപ്പൊ അവരെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ കാറ് വരുന്നത് കാണുമ്പോൾ തന്നെ അവര് എത്തിയല്ലോ എന്ന് രഘുനാഥ് സാറും അംബികാമയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഗായത്രിയുമുണ്ട്, ശിവനുമുണ്ട് അവിടെ. അപ്പൊ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആദ്യം തന്നെ ഒരാള് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കാണോ? അപ്പോഴേക്കും ബാക്കിൽ വേറൊരു ആണും കൂടി ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്റെ അനിയനാണ്, ഇവളുടെ മകളാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾ അനുസരിക്കും. പിന്നെ നിങ്ങളൊക്കെ തറവാട്ട് മഹിമ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ വന്നു എന്ന് പറയുമ്പോൾ അടുത്തതായി ഡോറ് തുറന്നു വരുന്നത് പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അവരെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ഇതായിരുന്നോ പെൺകുട്ടി എന്നുള്ള രീതിയിൽ. ഇപ്പൊ ശിവൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഒരു 19 വയസ്സ് കഴിഞ്ഞു, അത്രയും മാത്രമേ ഉള്ളൂ, എന്തായാലും അവനതൊക്കെ മതി എന്നും പറഞ്ഞങ്ങനെ പരിഹസിക്കുന്ന പോലെ ഇങ്ങനെ കളിയാക്കുകയാണ്. അപ്പൊ ഇത് ഇവന്റെ ഭാര്യയാണ് എന്ന് പരിചയപ്പെടുത്തുകയും, അപ്പൊ അനിയന്റെ ഭാര്യയായിരുന്നു. അപ്പൊ പിന്നീട് പെൺകുട്ടിയും കാറിന്റെ ഡോറ് തുറന്ന് വരികയാണ്. പെൺകുട്ടിയെ കണ്ടിട്ട് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ശിവന്റെ ചെറിയ ചെറിയ കോമഡികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഗായത്രി ഇങ്ങനെ അവനിങ്ങനെ നോക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് വിഷമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇല്ല, അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഈ പരിസരവും നിങ്ങളുടെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, പെൺകുട്ടി എന്തായാലും ഇവിടെയല്ലേ താമസിക്കുന്നത്, അപ്പൊ പിന്നെ ഇവിടേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും തോന്നിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ഈ നരൻ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചുമകൻ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നരൻ വന്ന പാടെ തന്നെ മുകളിൽ നിന്ന് തന്നെ പെൺകുട്ടിയെ നോക്കുന്നുണ്ട്. പെൺകുട്ടിയും അവനെ
നോക്കുകയാണ്. അങ്ങനെ ഇറങ്ങി വന്ന് നേരെ അവന് സോഫയിൽ, അതായത് കസാരയിൽ ഇങ്ങനെ കസാരയുടെ പിന്നിൽ നിന്നിട്ട് കൈ അതുമേലെ കുത്തിയിട്ട് അവളെ തന്നെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുകയാണ്. ഇമേജ് വെട്ടാതെ നോക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ട് ശിവൻ ഗായത്രിയുടെ ചെവിട്ടിൽ പറയുന്നുണ്ട്, ഇവന് ആള് ശരിയല്ല കേട്ടോ, ഇവന്റെ നോട്ടം തീരെ ശരിയല്ല, നോക്കി എന്ന് പറയുകയാണ്. അപ്പൊ ശിവേട്ടൻ ഒന്നും മിണ്ടാതിരുന്ന് എടാ എന്ന് പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് അവന്റെ ആ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നരൻ പറയുകയാണ്, അതെ എനിക്ക് പെൺകുട്ടിയോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ ഇപ്പം അതൊക്കെ അല്ലേ, അതിനെന്താ നിങ്ങൾ സംസാരിച്ചോ? അപ്പോൾ ഗായത്രി പറഞ്ഞിട്ട് വാ മോള് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ വിളിക്കുകയാണ്. ഇളയമ്മ വരണ്ട, ഞങ്ങൾ രണ്ടുപേരും തനിയെ സംസാരിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവളെ വാടോ എന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ആ പെൺകുട്ടിയെയും കൊണ്ട് നരൻ പുറത്ത് അവിടെ പോവുകയാണ്. എന്നിട്ട് ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ ദിവ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ എന്താ പഠിക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് MBBS കഴിഞ്ഞു. അപ്പോൾ അത് ശരി, അപ്പോൾ ഹയർ സ്റ്റഡീസിന് താല്പര്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇപ്പൊ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വീട്ടുകാരെ നിർബന്ധിച്ച് കാണുമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അപ്പൊ വിദ്യക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഇപ്പൊ താല്പര്യമില്ല എന്ന് വീട്ടുകാരോട് പറയുന്നില്ലേ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, വിദ്യ എന്നല്ല ദിവ്യ എന്നാണ് പേര്. ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറയാണ്. അപ്പോൾ അല്ല, അത് പിന്നെ ഏട്ടൻ സമ്മതിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ, ഇനിയിപ്പോൾ ഏട്ടന് സമ്മതമല്ലെങ്കിലും ഞാൻ പഠിക്കുന്നുമില്ല എന്ന് പറയുകയാണ്. ആരാ ഈ ഏട്ടൻ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നരൻ. ഇയാള് തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവൻ മനസ്സിൽ കരുതുന്നുണ്ട് അവളെ ഒരു ഏട്ടൻ എന്ന് പറയുകയാണ്. അപ്പൊ അതിനുശേഷം അവൻ പറയുന്നുണ്ട്, അതെ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് ഞാനും ഈ വിവാഹത്തിന് ഒരുങ്ങുന്നത്. എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, തനിക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധയോട് കേൾക്കണം. അതെ, ഞാൻ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കില്ല. മറ്റുള്ളവരുടെ മുന്നിൽ മാത്രമായിരിക്കും, ബെഡ്റൂമിന്റെ പുറത്ത് മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുകയാണ്. അപ്പൊ അത് കേട്ടിട്ട് ഈ പെൺകുട്ടി മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് നേരൻ. അപ്പോൾ ഇല്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു കുട്ടി ഒരിക്കലും ഉണ്ടാകില്ല, അങ്ങനെ ഒരു ബന്ധം നമ്മൾക്കിടയിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അവളുടെ മുഖം ആകെ പോവുകയാണ്. അപ്പൊ ആ പെൺകുട്ടി കരയാൻ നിൽക്കുന്നുണ്ട്. ആ സമയം എന്താ പറയുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ്. ഇതിപ്പോ എന്താ പറ്റിയേ എന്നിങ്ങനെ നേരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് അമ്മയെ എന്ന് വിളിച്ച് ചെല്ലുകയാണ്. എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മയുടെ ചെവിട്ടിൽ അവൾ ആ സ്വകാര്യം പറയുകയാണ്. അപ്പൊ അതിനുശേഷം അച്ഛനും എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്ത് പറ്റി? അപ്പൊ അച്ഛന്റെ ചെവിട്ടിൽ അമ്മയും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറ്റിയത് എന്നിങ്ങനെ രഘുനാഥ് സാറൊക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ കൊച്ചുമോനോട് തന്നെ ചോദിച്ചു നോക്ക്, വാ മോളെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പെൺകുട്ടിയെയും കൊണ്ട് അവരിറങ്ങി പോവുകയാണ്. അപ്പൊ നരൻ അവിടേക്ക് വരുന്നുണ്ട്. നരൻ വരുമ്പോൾ ശിവൻ ചോദിക്കുകയാണ്, എടാ നീ എന്താടാ ചെയ്തത്? പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് നീ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം നരൻ പറയാണ്, ഞാനൊന്നും ചെയ്തില്ല ലേശ, ഒന്നും ചെയ്യാത്തത് കാരണമാണ് ആ പെൺകുട്ടി ഓടിപ്പോയത്, ചെയ്യില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുന്നത്. ശിവനൊന്നും മനസ്സിലാവാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിക്ക് സങ്കടം വരികയാണ്. മുത്തശ്ശി പറയുന്നത് ഒരിക്കലും നന്നാവില്ലട, നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊക്കെ തീ തീറ്റിക്കാനാണ് നീ നടക്കുന്നത് എന്നും പറഞ്ഞ് അങ്ങനെ വിഷമത്തോടു കൂടി റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു നെഞ്ചിലൊരു പിടുത്തം. അപ്പോൾ ആ നെഞ്ചുവേദന ആ കൈ കൊണ്ട് നെഞ്ചിൽ അങ്ങനെ തടവി നിൽക്കുന്ന മുത്തശ്ശിയെയും കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അംബികാമ്മയെ, നരന്റെ മുത്തശ്ശിയെ, അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.